VDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ ഡോക്ടർ NK റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആത്മഹത്യയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയാകാം കാരണമെന്നുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ അധ്യാപകരുടെ വാദം. അതിനിടെ നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. നിതിന്റെ മരണത്തിൽ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പായതോടെയാണ് അധ്യാപകർ കോടതിയെ സമീപിച്ചത്. അധ്യാപകരായ റാമും സംഗീത നമ്പ്യാരും വെവ്വേറെ അഭിഭാഷകർ മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ രണ്ടുപേരും ഒളിവിൽ പോയിരുന്നു. സംഭവം നടന്ന ഏപ്രിൽ 10 രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ പ്രിൻസിപ്പലിന്റെ ചേംബറിലായിരുന്നു നിതിൻ രാജ് എന്നും ഈ സമയം താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഡോക്ടർ റാമിന്റെ വാദം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപിക പരാതി നൽകാൻ ഒരുങ്ങിയതിലുള്ള ഭയമാകാം ജീവനൊടുക്കാൻ കാരണം. 17 വർഷമായി ഇതേ കോളേജിലെ അധ്യാപകനാണ് താനെന്നും കർണാടകയിൽ ജനിച്ചു വളർന്ന താനും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു. സംഭവം നടന്ന ദിവസം താൻ മംഗലാപുരത്തായിരുന്നുവെന്നും വിദ്യാർത്ഥി തന്നോട് സ്നേഹപൂർവ്വമാണ് പെരുമാറിയതെന്നുമാണ് ഡോക്ടർ സംഗീതയുടെ വാദം. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഏകപക്ഷീയമായാണ് കേസെടുത്തതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് കാണിച്ച് ഇൻസ്റ്റാപേ ലോൺ ആപ്പിനെതിരെ ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി 1ാം വർഷ BDS വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികളായ അധ്യാപകരുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് AISF, BSP, SNDP, ദളിത് ഫെഡറേഷൻ എന്നീ സംഘടനകൾ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. SFIക്ക് പിന്നാലെ KSUവും കോളേജിൽ യൂണിറ്റ് രൂപീകരിച്ചു. സംഭവത്തിൽ ABVP സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണന്റെ പരാതിയിൽ ദേശീയ ദന്തൽ കമ്മീഷൻ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. ന്യൂസ് മലയാളം, കണ്ണൂർ.